മാറാത്ത വിവേചനങ്ങൾ. അടിമത്തം അവസാനിച്ചു എന്ന് ലോകം പറയുമ്പോഴും പെണ്ണ് ഇന്നും ചില അദൃശ്യ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വിവേചനമല്ലേ? ഓഫീസ് മുറികളിലെ കഠിനാധ്വാനത്തിന് ലിംഗഭേദമില്ലെന്ന് തോന്നും. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്ന മേശപ്പുറങ്ങളിൽ അവളുടെ ശബ്ദം പലപ്പോഴും നിശബ്ദമാക്കപ്പെടാറുണ്ട്. ഒരേ യോഗ്യതയുണ്ടായിട്ടും അവൾക്ക് കുടുംബം നോക്കേണ്ടതല്ലേ എന്ന ഒരൊറ്റ ചിന്തയിൽ അവളുടെ സ്വപ്നങ്ങൾ പടിക്ക് പുറത്താക്കപ്പെടുന്നു. ഇരുട്ടിന് എല്ലാവരോടും ഒരേ ഭാവമാണോ? അല്ല. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഈ മണ്ണ് അവളുടേതല്ല. ഒരു പുരുഷന് രാത്രി വെറും സമയം മാത്രമാണ്. ഒരു സ്ത്രീക്ക് അത് പേടിയുടെയും നിയന്ത്രണങ്ങളുടെയും തടവറയാണ്. എന്തിനാണ് രാത്രി വൈകി പുറത്തിറങ്ങിയത് എന്ന് അവളെ ചോദ്യം ചെയ്യുമ്പോൾ എന്തിനാണ് അവളോട് ഈ ക്രൂരത കാണിച്ചത് എന്ന് ആ വിരലുകൾക്ക് നേരെ ആരും ചോദിക്കാറില്ല. അഭിപ്രായം പറയുമ്പോൾ അഹങ്കാരിയും മിണ്ടാതിരിക്കുന്നവൾ പാവവുമാകുന്ന വിചിത്രമായ നീതിശാസ്ത്രം. വസ്ത്രത്തിന്റെ നീളം നോക്കി സ്വഭാവം അളക്കുന്നവർ, ചിരിയുടെ ശബ്ദം നോക്കി കുടുംബമഹിമ പറയുന്നവർ, ഇവരൊക്കെയാണോ സമത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? ഇനി എത്ര കാലം നമ്മൾ ഇങ്ങനെ ഒതുങ്ങിക്കൊടുക്കണം? മാറ്റം വസ്ത്രത്തിലല്ല, കാഴ്ചപ്പാടുകളിലാണ് വരേണ്ടത്. കൂടുതൽ ഇമോഷണൽ വീഡിയോയ്ക്ക് ഡീപ് ലൈഫ് കോഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.